എന്നോട് ദേഷ്യം വിചാരിക്കല്ലേ ഫാദർ. രോഹിത്തിന്റെ പഠിത്തം നിന്ന് പോകുമല്ലോ എന്നോർത്ത് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. അറിയാതെയല്ല, പഠിച്ച് അറിഞ്ഞു പറഞ്ഞു പോയതാണെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ നാവിൽ തീപ്പൊരി ഉണ്ടായിരുന്നു ആ നേരത്ത്. എന്നാലും നിന്നോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. നീ ഒരു ഓർഫനാണെന്ന് അറിഞ്ഞപ്പോ നൗ ഐ ഫീൽ എ ലോട്ട് ഓഫ് റെസ്പെക്ട് ഫോർ യു. ഞാനും ഒരു മനുഷ്യനാണ്. അധികാരം ചിലപ്പോ നമ്മുടെ കാഴ്ച മറയ്ക്കും. നിന്നെ പോലെ ആരെങ്കിലുമൊക്കെ വേണം കണ്ണു തുറപ്പിക്കാൻ. എന്റെ ചെറിയൊരു സമ്മാനം. താങ്ക് യു ഫാദർ. ഗോഡ് ബ്ലെസ് യു. ഇവനെ കൂടെ ഒന്ന് അനുഗ്രഹിക്കണേ ഫാദർ. ഗോഡ് ബ്ലെസ് യു. ഹലോ. ഹലോ മാഡം, ഞാൻ മാഡം പറഞ്ഞ ജംഗ്ഷനിലെത്തി. ഇവിടെ നിന്ന് എങ്ങോട്ടാ? അവിടുന്ന് റൈറ്റ് സൈഡ് താഴോട്ട് ഇറങ്ങിയ ലെഫ്റ്റ് സൈഡിലെ രണ്ടാമത്തെ വീട്. ഓക്കെ മാഡം. നമ്മളിനി എവിടെയെങ്കിലും കയറുന്നുണ്ടോ? ഇവിടെയും കൂടെ കയറിയാ ഇന്നത്തെ കറക്കം കഴിഞ്ഞു. അതാ ഞാൻ ചോദിച്ചേ, ബേക്കറിയിൽ നിന്ന് വാങ്ങി വേറെ എവിടെയെങ്കിലും കയറി കൊടുക്കാനാണോന്ന്. ഇന്നേ നമ്മളൊരു കാര്യം ചെയ്യാൻ പോയിട്ട് അത് വിജയിച്ചു വന്നതാ. അതൊന്ന് ആഘോഷിക്കണ്ടേ? ഒന്ന് പോ ചേച്ചി. എന്റെ ഡിസ്മിസൽ സസ്പെൻഷൻ ആക്കിയത് ആഘോഷിക്കാനോ? ഡിസ്മിസൽ സസ്പെൻഷൻ ആക്കിയതല്ല, ഒരു തെറ്റായ തീരുമാനം നമ്മൾ ശരിയിലെത്തിച്ചു. അതാണ് നമ്മുടെ വിജയം. വാ. എന്നാ വാങ്ങിക്കുന്നത്? ഒരു കേക്ക് എന്തായാലും വാങ്ങണം. എന്നാ വാങ്ങിയേക്കാം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. നമുക്കിപ്പോ തന്നെ ഇറങ്ങാം. എന്റെ ബാഗ് ഒന്ന് എടുക്കാൻ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ മാഡം, ഞാൻ എടുത്തോളാം. എവിടെ ബാഗ്? കേറി വാ. ഞാൻ ബാഗെല്ലാം എടുത്തിട്ട് വരാം. എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാ, ഭാരം എടുക്കാൻ വയ്യ. ഓക്കെ. ആരാ നിങ്ങള്? ഡ്രൈവറാ, ടാക്സി. എന്നെവിടെ? എന്നാ തന്നെ അകത്തോട്ട് കയറി വന്നേ? എന്നെ വിളിച്ചിട്ട് വന്നതാ. ആര് വിളിച്ചു? ഞാനാ വിളിച്ചേ. എന്നാ കാറിലോട്ട് വെച്ചോ. വേറെ ഉണ്ടേ? ഇതെന്നാ അമ്മേ? ഒന്നുമില്ല. അമ്മ എന്നതാ കാണിക്കുന്നേ? എന്റെ കുറച്ച് ഡ്രസ്സും സാധനങ്ങളും എടുക്കാനുണ്ടായിരുന്നു, എടുത്തു. അത്രേ ഉള്ളൂ. അമ്മേ, ആ ഇത് കൂടി എടുത്തു വെച്ചോ. ഞാൻ എടുത്തോളാം. അമ്മ ഇത് എന്നെ ഉദ്ദേശിച്ച? നിനക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇല്ല, ഇതെല്ലാം കൂടി വാരിക്കെട്ടി എങ്ങോട്ടാ? എനിക്ക് എങ്ങോട്ടാ പോവാൻ മേലാത്തെ? ആ ടാക്സി ഡ്രൈവർ എന്ന് പറഞ്ഞ ആളാരാ? അയാളാണ് അമ്മയെ കൊണ്ടുപോകുന്നേ? അയാൾ എന്റെ ആരുമല്ല. ഞാനൊരു ടാക്സി വിളിച്ചതാ. എന്റെ കാറ് ക്രാഷായി പോയില്ലേ, ഇനി അത് ഏത് കാലത്ത് റിപ്പയർ ചെയ്ത് കിട്ടുമെന്ന് ദൈവത്തിന് പോലും അറിയാൻ മേല. ഇപ്പൊ അമ്മയ്ക്ക് പോകേണ്ട കാര്യം എന്നതാ? എന്നെ ഇവിടെ ആവശ്യമില്ല. അധികപ്പറ്റാ ഞാനില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നിങ്ങളെല്ലാം തിന്നുന്നു, കുടിക്കുന്നു, പഠിക്കുന്നു, സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ഉറങ്ങുന്നു. ഒരിടത്തും ഒരു പോരായ്മയില്ല. അതെന്തുകൊണ്ടാ? അലീന ചേച്ചി എല്ലാം മാനേജ് ചെയ്തുകൊണ്ട്. ഇല്ലായിരുന്നെങ്കിലോ? അവളുണ്ടല്ലോ മാനേജ് ചെയ്യാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അവളെ മതിയല്ലോ. അവള് നിങ്ങളെ എല്ലാരെയും മയക്കി വശത്താക്കി. ഇനി ഞാൻ എന്നത്തിനടി? എന്നെ കൊണ്ട് എന്താ ആവശ്യം? അമ്മ അമ്മയുടെ സ്ഥാനത്ത് നിക്കാത്തോണ്ടാ അലീന ചേച്ചി എല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നേ. അമ്മ എവിടെയായിരുന്നു കഴിഞ്ഞ 2 മാസം? ഹോസ്പിറ്റലില്. അപ്പോ ആരെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണ്ടേ? ഇവിടെ എന്നതെല്ലാം പ്രശ്നങ്ങളുണ്ടായി. അപ്പോ അലീന ചേച്ചിയല്ലേ എല്ലാരും ചേർത്ത് പിടിച്ചത്. ഇപ്പോ എല്ലാം ഒന്ന് സെറ്റായി വന്നപ്പോ അമ്മ ഇറങ്ങി പോവാണോ? ഇത് എന്നാ മര്യാദ കേടാ? അവളാണല്ലോ ചേർത്ത് പിടിച്ചത്. ഇനി പിടിക്കാനും അവളുണ്ടല്ലോ. എന്റെ മക്കളെ അവള് നോക്കിക്കോളും. ആ സമാധാനത്തിലാ ഞാൻ പോകുന്നേ. എല്ലാം അവളെ ഏൽപ്പിച്ചു കൊടുത്തെന്ന് പറഞ്ഞേക്ക്. എല്ലാം അവളെ എടുത്തോട്ടെ. അവള് ചേർത്ത് പിടിച്ചെന്ന് നീ പറഞ്ഞല്ലോ. അതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോയല്ലേ? ആരാ ഈ വീട്ടിൽ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയത്? ആര് കാരണം ഈ കുടുംബം പൊട്ടിപ്പോയത്? അവൾ ഒറ്റ ഒരുത്തി. അവൾ ഈ കുടുംബത്ത് കാലുകുത്തിയ ശേഷം
ഇവിടെ സമാധാനവും സന്തോഷവും ഉണ്ടായിട്ടില്ല. അവള് ചേർത്ത് പിടിച്ച കാര്യം പറയുമ്പോ ഇതുകൂടി ഒന്ന് ഓർത്തു വെച്ചേക്കണം. അമ്മ എങ്ങോട്ടേ പോകുന്നേ അത് പറ. ഇപ്പൊ കൊല്ലപ്പള്ളിക്ക്. അവിടെ ചെന്നിട്ട് തീരുമാനിക്കും എങ്ങോട്ട് പോണോന്ന്. അമ്മ അവിടെ നിന്നേ, ഒരു കാര്യം പറയട്ടെ. അമ്മ അവിടെ നിന്നേ. ഇത്രയും ദിവസം ഞാൻ ഇവിടെ തന്നെയാ നിന്നത്. അപ്പോഴൊന്നും പറയാത്ത ഒരു കാര്യവും ഇപ്പോഴും പറയണ്ട. അമ്മ ഇങ്ങനെ കാലം ഒടിച്ചിട്ട് പോവല്ലേ. ഇവിടെ എന്നാത്തിന്റെ കുറവുണ്ടായിട്ടാ അമ്മ ഇറങ്ങി ഓടുന്നേ. വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ലാത്ത നേരം നോക്കിയാണോ അമ്മ സ്ഥലം വിടുന്നേ? ആരാടി ഉത്തരവാദിത്തപ്പെട്ടവര്? അച്ഛൻ ജ്വല്ലറി പോയിരിക്കല്ലേ. ഈ വീട്ടിൽ എന്റെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വവും കാണിക്കാത്ത ആളാ നിന്റെ അച്ഛൻ. ആ മനുഷ്യനോടെ ഞാനും അങ്ങനെയൊക്കെ കാണിച്ചാ മതി. രോഹിയേട്ടൻ ഇവിടെ ഇല്ല. അമ്മയുടെ മൂത്ത മകനല്ലേ, അഭിപ്രായം ചോദിക്കണ്ടേ? ചുമ്മാ അങ്ങ് ഇറങ്ങിപ്പോയാ മതിയോ? അവനോട് ഞാൻ അഭിപ്രായം ചോദിക്കാനോ? ആദ്യം അവൻ നന്നാവട്ടെ, എന്നിട്ട് മതി എന്നെ നന്നാക്കുന്നേ. കൃഷ്ണമോള് ട്യൂഷന് പോയിരിക്കാ, അവളോട് പറയണ്ടേ? അലീന ചേച്ചി ഇവിടെ ഇല്ല. ഓ, ഞാൻ അലീന ചേച്ചിയുടെ സമ്മതം കൂടെ വാങ്ങിച്ചിട്ട് വേണം പോവാനല്ലേ? നിന്റെയൊക്കെ തലയിൽ എന്നതാടി കളിമണ്ണാന്നോ? അവൾ ഒറ്റ ഒരുത്തി കാരണോ ഞാൻ ഇപ്പൊ ഇങ്ങനെ ഇറങ്ങി പോന്നേ. അമ്മേ, ഇത് വളരെ മോശമാണ് കേട്ടോ. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായ വീടാ. ഞങ്ങളൊക്കെ ഒരു സന്തോഷമില്ലാതെ ഇത്രയും കാലം ഈ വീട്ടിൽ ജീവിച്ചേ. ഇപ്പൊ അതൊക്കെ മാറി വരുന്നതേ ഉള്ളൂ. ഒരു സമാധാനം കിട്ടി തുടങ്ങിയപ്പോ അമ്മ പിന്നെ വഴക്കുമായിട്ട് ഇറങ്ങി പോവാണോ? എടി, അന്നും ഇന്നും വൈജയന്തിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. വേലക്കാരിയായിട്ട് വന്നവളെ വീട്ടിൽ നിന്ന് പുറത്താക്കുക. അത് നടപ്പാക്കാതെ ഞാൻ തിരിച്ചിങ്ങോട്ടില്ല. കൊല്ലപ്പള്ളിയിലോട്ട് ചെന്ന അമ്മയ്ക്ക് സുഖവും സമാധാനം കിട്ടുമോ? കമലയിടത്തി മുഖം കറുപ്പിക്കുമായിരിക്കും, എന്നാലും ഇവിടത്തെക്കാളും ഭേദമായിരിക്കും അവിടെ. സ്വന്തം വീട് പോലെ പറ്റുമേ വേറെ ഏതെങ്കിലും വീട്? ഞാനവിടെ സ്ഥിരതാമസത്തിന് പോകുന്നല്ല. ഞാനേ നല്ല ഒന്നാന്തരം വാടക വീട് എടുത്തിട്ടുണ്ട്. അങ്ങോട്ട് നേരെ പോകാൻ അറിയാഞ്ഞിട്ടല്ല ഞാൻ കൊല്ലപ്പള്ളിക്ക് പോകുന്നത്. എന്റെ ആങ്ങളമാർക്ക് ഒരവസരം കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ. അത് അവരെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഞാനും ബാലേന്ദ്രൻ ഇനി കോടതിയിൽ വെച്ചേ കാണത്തുള്ളൂ. ഈ അമ്മയ്ക്ക് പ്രാന്താണോ? അതെടി, പ്രാന്ത. പ്രാന്തിനൊരു അവസാനം വേണ്ടേ? മാറിക്ക്, വെറുതെ സീനുണ്ടാക്കരുത്. ഓടി ഇങ്ങോട്ടും. അനിയുടെ കാറന്തി ഇത് റെഡിയല്ലേ? ഇല്ല, ഇറങ്ങില്ല. വർക്ക്ഷോപ്പിൽ തന്നെയാ. ആ, തന്നെ ഒരു മുന്നറിയിപ്പില്ല. നീ എവിടെയെങ്കിലും പോവാൻ ഇറങ്ങിയതാണോ? ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. ആന്റിയോടെ പോകത്തില്ലല്ലോ അല്ലേ? ഇല്ല, നീ പോയിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ കാണും. ഞാൻ പോട്ടെ. ശിവേണ്ണും കമലെടുത്തേക്ക് ഇല്ലേ ഇവിടെ? ആ, അവരകത്തുണ്ട്. ആന്റി ആയിരിക്കും. അവൻ ഇപ്പോഴാണോ പോകുന്നേ? നീ ഇതെപ്പോ വന്നു വൈജേ? ഇപ്പൊ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ കമലെടുത്തി. നീ അവിടുന്ന് വീണ്ടും ഇറങ്ങിയോ? ഇറങ്ങേണ്ടി വന്നു. ഞാൻ ആലോചിക്കുകയും ചെയ്തു, മനു ഇത് ആരോടായി സംസാരിക്കുന്നേന്ന്. വാ, ബാക്കി അകത്തിരുന്ന് സംസാരിക്കാം. ബാലേന്ദ്രൻ അറിഞ്ഞായിരുന്നോ വൈജി അവിടുന്ന് പോന്ന വിവരം? ഞാനെന്തിനു പറയണം? ഞാനവിടെ പട്ടിയെ പോലെ കിടന്നപ്പോ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ബാലേന്ദ്രന് ഞാൻ അവിടെ ഇല്ലാത്തല്ലേ സൗകര്യം. എന്നാ ഒക്കെ ആണെങ്കിലും വൃത്തികെട്ട സംസാരത്തിന് ഒരു മാറ്റവും. ബാലേന്ദ്രന്റെ വൃത്തികേടുകൾക്ക് കുഴപ്പമില്ല, എന്റെ സംസാരം വൃത്തികേട്. കമലെടുത്തേക്ക് അറിയോ? ബാലേന്ദ്രൻ എന്നെ കുറ്റം പറയുന്നതും ഒഴിവാക്കുന്നതും അയാളുടെ വൃത്തികേടുകളും കള്ളത്തരങ്ങളും മറയ്ക്കാനാണെന്ന് വിചാരിക്കാം. എനിക്ക് 3 ആങ്ങളമാരുണ്ടായിരുന്നു. അവർക്കിപ്പൊ ബാലേന്ദ്രൻ എന്ത് വൃത്തികേട് കാണിച്ചാലും പറഞ്ഞാലും പുണ്യപ്രവൃത്തി പോലെയാ. അയാളുടെ മുമ്പിൽ ചെന്ന് പഞ്ചപുച്ച ഉടക്കി അങ്ങ് നിൽക്കും, എന്നിട്ട് എന്റെ തലയെ കയറുക. അത് നീ പറഞ്ഞത് ശരിയാ വൈജേ. നിന്റെ ആങ്ങളമാർക്കേ ഇപ്പൊ കുറച്ചു കാലമായിട്ട് നാട്ടില് വളഞ്ഞേ നിക്കൂ. ചിലരുടെയൊക്കെ വളഞ്ഞു വളഞ്ഞു ഓടിയാറായി. നിനക്ക് ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടി നിർത്താറായില്ലേ കമലെ? ഒഴിച്ചൊഴിച്ച് മോനൊരുത്തൻ ജയിലിൽ കയറി. കമലെടുത്തി പറഞ്ഞതിൽ എന്താ തെറ്റ് ശിവേട്ടാ? എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങളെ കുറ്റം പറയാനല്ലേ നാക്കനങ്ങത്തുള്ളൂ. നീ ചെയ്യുന്നതും പറയുന്നതും ശരിയാണെന്നാണോ കരുതുന്നത് വൈജയ്?
വീട് വിട്ട് ഇറങ്ങി പോരുന്നതാണോ നീ ഈ പ്രശ്നങ്ങൾക്ക് കണ്ട പരിഹാരം? ആത്മാഭിമാനം എന്നൊരു സാധനം ഉണ്ട് ശിവേട്ട. അതുപോലും എടുത്തെറിയേണ്ട അവസ്ഥയെ പോലും ഞാൻ അവിടെ നിന്നു. ബാലേന്ദ്രൻ എന്തെങ്കിലും മാറ്റം വരുമെന്ന് വിചാരിച്ചാ നിന്നത്. എന്നിട്ടും മാറ്റമൊന്നുമില്ല. പിന്നെന്തിന് ഞാൻ അവിടെ നിൽക്കണം? നിങ്ങൾക്ക് അയാളുടെ മുമ്പിൽ തലയും കുനിച്ച് നിൽക്കാൻ ബുദ്ധിമുട്ട് കാണത്തില്ലായിരിക്കും. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് മനസ്സിലായി ശിവേട്ട. അവനവന്റെ കാര്യമാണ് എല്ലാവർക്കും വലുത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ സ്വന്തവും ബന്ധവും സ്നേഹവും ഒക്കെ. അതിപ്പോ സഹോദരങ്ങളാണെങ്കിലും മക്കളാണെങ്കിലും. പിന്നല്ലാതെ നിന്നെ തലേ വെച്ചോണ്ട് നടക്കണോ ലോകത്തുള്ള എല്ലാവരും? ഈ പറയുന്ന നീ ആർക്കെല്ലാം വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? നിന്റെ സ്വന്തം ഇഷ്ടം മാത്രമല്ലേടി നീ ഇത്രയും കാലത്തിനിടയ്ക്ക് നോക്കിയിട്ടുള്ളൂ. നിന്റെ സുഖം, നിന്റെ സന്തോഷം, നിന്റെ സ്വാർത്ഥതകൾ, ഭർത്താവും മക്കളും സഹോദരങ്ങൾ പോലും നീ കഴിഞ്ഞേയുള്ളൂ നിനക്ക്. മറ്റുള്ളവർക്ക് നിന്റെ അത്ര തന്നെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഇഷ്ടാനിഷ്ടവും ഉണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നീ? നിനക്ക് എന്ത് കിട്ടുന്നു എന്ന് മാത്രമല്ല നീ എന്ന് നോക്കിയിട്ടുള്ളൂ. നീ എന്ത് കൊടുക്കുന്നു എന്നുള്ളത് നിനക്കൊരു വിഷയമേ അല്ല. നന്ദിയും കൂറും ആത്മാർത്ഥതയും ഇല്ലാത്തവരുടെ മുഖമുദ്രയായത്. തീർന്നോ? പറഞ്ഞു തീർന്നോ? സാധാരണ കുറെ കൂടി എന്നെ പറയാറുണ്ടല്ലോ. കണ്ടവളുമാരുടെ കൂടെ നടന്ന് ഉണ്ടാക്കിയ സന്തതിയും കൊണ്ടുവന്ന അയാളോട് നന്ദിയും കൂറും ആത്മാർത്ഥതയും കാണിക്കേണ്ട ഗതികേട് വരുന്നതിലും നല്ലതേ വൈജയന്തി അങ്ങ് ചത്തെന്ന് പറയുന്നതാ. നീ ആരോടെ ഈ അഹങ്കാരം വെച്ച് ജയിക്കാൻ നോക്കുന്നത്? എന്റെ അടുത്തോ, നിന്റെ മക്കളുടെ അടുത്തോ, അതോ ബാലന്റെ അടുത്തോ? ഞാൻ ആരോട് ജയിക്കാൻ? നിങ്ങളൊക്കെ അല്ലേ വലിയ ആൾക്കാര്, കുടുംബ മഹിമയും സൽപ്പേരും നോക്കി കാര്യങ്ങൾ ചെയ്യുന്നവര്. നിന്റെ തലയിൽ ഏത് ചെകുത്താന കയറിയിരിക്കുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ വൈജയ്. നീ വീട്ടിൽ തന്നെ പോയി നിൽക്കും മര്യാദയ്ക്ക്. ബാലേന്ദ്രന്റെ മാത്രമല്ല വൈജയ് നാണക്കേട്, നിന്റെ മക്കൾക്കും കൂടിയാ. അതൊന്നും ഓർത്ത് ശിവേട്ടൻ ടെൻഷൻ അടിക്കണ്ട. എന്റെ മക്കൾക്ക് ഞാൻ ഇല്ലാത്തതാ ഇപ്പൊ സന്തോഷം. അതുകൊണ്ട് അവരെ നാണക്കേടൊന്നും ബാധിക്കുകയല്ല. വൈജ പറയുന്നതിനകത്ത് ന്യായമില്ലേ ശിവേട്ട? ഒന്ന് ആലോചിച്ച് നോക്കി. എത്രയാന്ന് വെച്ചാ ബാലേന്ദ്രൻ കാണിക്കുന്ന പോക്കൃത്തരമൊക്കെ സഹിക്കുന്നേ? അല്ലെങ്കിലും അലീനെ എവിടുന്ന് പറഞ്ഞയച്ചാ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. എന്റെ പൊന്നു കമലേ, നീ ഇതിന്റെ ഇടയ്ക്ക് കുത്തിത്തിരിപ്പും കൊണ്ട് കേറാതിരിക്കാൻ ഞാൻ എന്ത് നിനക്ക് തരണം? എനിക്കൊന്നും തരണ്ട. ഞാൻ എന്തിനു പറയാതിരിക്കണം? അല്ലേലും അലീനയുടെ കാര്യം പറയാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ വിടത്തില്ല. വൈജയ്, നീ വെറുതെ ഇങ്ങരോട് വായിട്ടലച്ചിട്ട് ഒരു കാര്യവും ഇല്ല. മോനെ കൊണ്ട് കെട്ടിക്കാനിരിക്കുവല്ലേ വിശുദ്ധ അലീനെ. നേരാണോ കമലെടുത്തി? പിന്നല്ലാതെ, കെട്ടിയ അടങ്ങത്തുള്ളൂ എന്നുള്ള വാശിയിൽ മൂത്ത മോൻ, അതിന് കൊട പിടിച്ച് നിൽക്കുന്ന ഒരച്ഛനും. ശിവേട്ടാ, ഇപ്പൊ എനിക്ക് ആശ്വാസമായി. എനിക്ക് ഭ്രാന്താണെന്ന് വരുത്തി തീർക്കുന്നതായിരുന്നല്ലോ നിങ്ങളുടെയൊക്കെ ഒരു രീതി. എനിക്ക് ഇപ്പൊ മനസ്സിലായി ആർക്കാ ഭ്രാന്തെന്ന്. കഷ്ടം തന്നെ ശിവേട്ടാ, കഷ്ടം. എങ്ങാണ്ടൊരുത്തി പിഴച്ചു പെറ്റതിന് കൈതക്കൽ കുടുംബത്തിലെ ആൺതരിക്ക് കെട്ടിച്ചു കൊടുക്കാനേ ഈ തൊലിക്കട്ടിയൊക്കെ എവിടുന്നുണ്ടായി? അത് ചത്തുപോയ നിന്റെ തന്ത കൈതക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമ മേനോൻ ഉണ്ടാക്കി തന്നതാ. അതെന്റെ അച്ഛൻ മാത്രമല്ലല്ലോ, ശിവേട്ടന്റെ കൂടെ അല്ലേ? നിന്റെ കൂടെ അച്ഛനായതുകൊണ്ടാ ഞാൻ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നേ. എന്ത് പറഞ്ഞാലും അതിന്റെ അവസാനം എന്റെ തലയിലോട്ട് കയറിയാ മതിയല്ലോ. ആയിക്കോ, അതിനൊരു കുറവും വരുത്തണ്ട. നിന്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ലല്ലോ. അതിനെ കുറിച്ച് നീ ചോദിച്ച് ബുദ്ധിമുട്ടണ്ട ശിവേട്ടൻ. അലീനെ അവിടുന്ന് പോകാതെ വൈജയന്തി ആ വീട്ടിലേക്കില്ല. ഇവിടെ നിന്ന് അധികം ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കത്തില്ല. വാടക വീട് റെഡിയാവുമ്പോ ഞാൻ അങ്ങോട്ട് മാറും. നീ ഇവിടെ നിൽക്കുന്നോണ്ട് ഇവിടെ ആർക്കും ബുദ്ധിമുട്ടില്ല. നിന്റെയും കൂടി വീടായത്. എന്റെ വീടാണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത് വാടക വീട് കിട്ടുമ്പോ ഞാൻ മാറിക്കോളാവെന്ന്. നീ നിന്റെ സൗകര്യം പോലെ ചെയ്യ്. കമലെടുത്തി ശരിക്കും പറഞ്ഞതാണോ? മനു അലീനെ കെട്ടാൻ വേണ്ടി നടക്കുവാണോ? ആണെന്നേ. ഇവനൊക്കെ ഉള്ള ബോധവും കൂടി പോയെന്നായി എനിക്ക് തോന്നുന്നേ. കമലെടുത്തി സമ്മതിച്ചു കൊടുക്കരുത്. കമലെടുത്തി ഇവിടെ കേറ്റരുത് അവളെ. ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ വൈജയ്? ഓരോരോ ഭ്രാന്തേ. പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. കാര്യം വരുമ്പോ ഞാൻ ഒറ്റയും അവരൊരുമിച്ചും. പക്ഷേ ഞാൻ അനുവദിക്കത്തില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യണമെങ്കിലും ഞാൻ ചെയ്യും.
നീ പോയി ഡ്രസ് മാറിട്ടോ